അങ്ങനെ നമ്മുടെ തൃശൂർ നഗരത്തെ വിറപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ പുലികൾ അങ്ങനെ ഓരോ മടകളിലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ ഓടും. പക്ഷേ ഈ തൃശൂരിലെ പുലികളെ കാണാൻ നാട് മുഴുവൻ കേരളത്തിലുള്ള ആളുകളെല്ലാം, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നുള്ളവരെല്ലാം തന്നെ ഉച്ചയോടുകൂടി തൃശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളതാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണത്തെയും പ്രത്യേകത. ഒരുപാട് സർപ്രൈസുകളായിട്ടാണ് ഓരോ ദേശക്കാരും ഇത്തവണ എത്തുന്നത്. നമുക്കിത് ഇവിടെ പുലിയുടെ മുഖം എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മുഖങ്ങൾ പുള്ളിപ്പുലി ഉണ്ട്, നീല കളറിലെ പുലിയുണ്ട്, യെല്ലോ ഉണ്ട്, കറുപ്പുണ്ട്, പർപ്പിൾ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പുലികൾ ഇതെല്ലാവരും ഒരുങ്ങി റെഡിയായി വരുമ്പോൾ തന്നെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ഒപ്പം അവരുടെ മറ്റ് വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തവണത്തെ ഈ മുഖമൂടികളുടെ പ്രത്യേകത എന്താണെന്നൊന്ന് ചോദിക്കാം. ചേട്ടാ, ഇരുന്നോ ഒരു മാസ്ക് ഒന്ന് എടുത്ത്. അതെ, ഈ പുലിമുഖത്തിന്റെ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞല്ലോ. ഞാൻ തന്നെ പറയണം. നമുക്ക് പെയിന്റിങ്ങിന്റെ ഒരു ഗ്ലോ ിലുള്ള പല്ല് സെറ്റ് ചെയ്തിരിക്കണേ. അപ്പൊ അത് രണ്ടുമാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം ചെയ്തിരിക്കണേ. നമുക്കിത് ലൈറ്റില്, അതായത് ഇതിന്റെ ഗ്ലോ നല്ല രീതിയിൽ ഫീൽ ആവും. ബാലൻസ് എല്ലാം മാറ്റ് ഫിനിഷ് ആണ് ഇതുവരെ എല്ലാ മുഖങ്ങളും പരീക്ഷിച്ചിട്ടുള്ളത്. അതിന് മാറിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു ഗ്ലോ ഉള്ള മുഖം പരീക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ഒരു വെറൈറ്റി. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഇതിന്റെ പെയിന്റിങ്ങിനടക്കം രാത്രി ആവുമ്പോഴായിരിക്കും നിമിഷമൊക്കെ കെട്ടി നിർത്താൻ പറ്റാത്ത ഒരു ഘടകം കൂടിയുണ്ട്, താളം. അല്ലെ, ഭയങ്കര ചെണ്ടമേളവും വലിയ ഭംഗിയാണ് കാണാൻ. എന്റെ പൊന്നു ഗഡി, ഇവിടെ ഒരു രക്ഷയില്ല. തൃശൂർ മുഴുവൻ ഓണാണ്. എന്തായാലും തൃശൂർ നഗരത്തെ പുലി പിടിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ പുലികൾ തൃശൂർ നഗരത്തിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം, ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഈ പുലികൾക്കൊപ്പമുള്ള അവരുടെ താളമാണ്. ഇതാ നമുക്ക് പിറകിൽ നിൽക്കുന്ന ഈ ചെണ്ടച്ചേട്ടന്മാരാണ്, ചെണ്ടക്കാരാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകണം. അതിനു മുൻപ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏത് ദേശത്തിന്റെ ഒപ്പമാ? കുട്ടംകുളങ്ങര. അതാണ്, കുട്ടംകുളങ്ങര ദേശത്തിനൊപ്പമാണ്. കുട്ടംകുളങ്ങരയിലെ നമുക്ക് ചേട്ടന്മാർ നമുക്കൊപ്പം ഉണ്ട്. നിങ്ങൾ ഫുൾ സെറ്റ് ആണല്ലേ? സെറ്റാണ്. നമ്മൾ പറഞ്ഞാൽ ഒരു 9 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോ വരുന്നത്. അപ്പോ ഇറക്കിയ എല്ലാ വർഷവും നമുക്കാണ് 1ാം സ്ഥാനം അടിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് പിറകെ നമ്മളിപ്പോ 9 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പൊ ഈ വർഷം നമ്മൾ പ്രൈസ് അടിക്കാൻ തന്നെയുള്ള പരിപാടിയിലാണ്. 9 വർഷത്തിന് ശേഷം വരുമ്പം 1ാം സ്ഥാനം അടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും നമ്മളൊരു 3 മാസത്തെ പ്രിപ്പറേഷൻ ഓൾറെഡി ഉണ്ട്. 3-4 മാസമായിട്ട് നമ്മൾ ഇതിന്റെ പിന്നില് ഒരു 200ഓളം പ്രവർത്തകർ ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെയുള്ളവരും വിദേശത്തുള്ളവരായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആരെ വേഷം കെട്ടുന്നേ? ആണോ? തൃശ്ശൂരിലെ പുലിയാണോ ശരിക്കും? ക്ലാസ്സിലെ പുലിയാണോ? ക്ലാസ്സിലെ പുലിയല്ല, തൃശ്ശൂരിന്റെ പുലിയാണ്. എന്നാ വിളിച്ചേ, ഒരു കുട്ടംകുളങ്ങരയ്ക്ക് ഒരു ജയ് വിളിച്ചേ. കുട്ടംകുളങ്ങരയ്ക്ക് ജയ് വിളിക്കേ, കൂടുതലും വിളിക്കേ. അതാണ്, കുട്ടംകുളങ്ങര ഫുൾ വൈബാണ്. അപ്പൊ ചേട്ടാ പറഞ്ഞേ, എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി? തീർച്ചയായിട്ടും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പൊ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ റൗണ്ടിലേക്ക് കടക്കും. അപ്പൊ നമ്മൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പൊ കപ്പടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരാം, ഞങ്ങൾ വീണ്ടും സംസാരിക്കും. ഓക്കെ, അപ്പം കുട്ടംകുളങ്ങര ആവേശം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണ്ടേ? അപ്പൊ വിളിച്ചേ, ഒരു ആർപ്പോ വിളിച്ചേ. അതാണ്, കുട്ടംകുളങ്ങര പൂർണ്ണമായ ആവേശത്തിലാണ്. നമുക്കിനി നേരെ നമ്മുടെ ചെണ്ടച്ചേട്ടന്മാരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചേട്ടാ, എന്താ പേര്? അനിൽ. അനിൽ. എത്ര വർഷമായി ചേട്ടാ കൊട്ടുന്നു? ഞാൻ 2000 കൊട്ടുവാണ്. ചേട്ടാ, ഈ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ കാണുന്ന കൊട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പുലിക്കല്ലിയുടെ കൊട്ടെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെയാണോ? തൃശ്ശൂർക്കാരൻ മാത്രം അവകാശമുള്ള കൊട്ടണത്. അത് അമ്പലങ്ങളിൽ കൊട്ടാൻ പറ്റില്ല. അത് ഈ പുലികളിയോട് അനുബന്ധിച്ച് മാത്രം. അത് തൃശ്ശൂർക്കാരുടെ അവകാശമാണത്. അത്രേ ഉള്ളൂ. അതാണ് തൃശ്ശൂർക്കാരുടെ അവകാശമാണ്. ചേട്ടാ, എന്നാ കൊട്ടൊന്ന് കണ്ടാലോ? എങ്ങനെയാണ് ഈ കൊട്ട? എനിക്ക് അറിയത്തില്ല, നമ്മുടെ പ്രേക്ഷകർക്കും അറിയണ്ടാവല്ലോ. ഒന്ന് കാണിച്ചു കൊടുക്കാം. കൊട്ടാം.
ഇവരെല്ലാം ഇറക്കിയ കൊല്ലൊക്കെ ഫുൾ സപ്പോർട്ടും ഫുൾ ഫസ്റ്റ് ആണ് അവർക്ക്. അതാണ് അപ്പൊ എന്തായാലും വേളം അത് തകൃതിയായി. നോക്കിയിട്ട് കാര്യമില്ല, ആ ഇത്ര കൊല്ലം ഇടവേളം കൊണ്ട് കാര്യമില്ല. ഇറക്കിയ കൊല്ലം മുഴുവൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ള ടീമാ. തീർച്ചയായും എന്തായാലും ഇറക്കിയ വർഷങ്ങളൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ടീമാന്ന് പറയുന്നു. സാധാരണക്കാർ പോലും തുള്ളും. പിന്നെ അല്ലേ പുലികളല്ലേ, അമ്മാതിരി സൂപ്പർ കൊട്ടാണ്. നമുക്കിപ്പോ ഒരു ചേട്ടനും കൂടി ഉണ്ട്. ചേട്ടാ ആവേശം എവിടെ എത്തി? അടിപൊളിയാണ്. അവര് പറഞ്ഞ പോലെ ഈ തൃശ്ശൂർക്കാർക്ക് പുലികൾ എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലുത്. ഇപ്പൊ നമ്മൾ സിനിമയിലാണെങ്കിൽ മമ്മൂട്ടി പുലിയ, ലാലേട്ടൻ പുലിയ എന്നൊക്കെ പറഞ്ഞ പോലെ പുലിക്കളിയിലെ ഏറ്റവും വലിയ പുലികളാണ് കുട്ടംകുളങ്ങര. ആ കുട്ടംകുളങ്ങരക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയ എല്ലാ വർഷവും കുട്ടംകുളങ്ങരക്കാണ് അൺബീറ്റബിൾ ചാമ്പ്യൻസ് ആണ്. അപ്പൊ നമുക്കൊരു സംശയമില്ല നമ്മൾ തന്നെ കപ്പടിക്കുന്നുള്ളത്. അതാണ് എന്തായാലും കപ്പടിക്കുന്ന കാര്യത്തിൽ സംശയം ഇല്ലാതെ പറയുന്നു. അങ്ങനെ ആവട്ടെ. എന്തായാലും തൃശ്ശൂർ അത് ഫുൾ ഓൺ ആണ്, അക്കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ചേട്ടന്മാരുടെ വിശേഷങ്ങൾ കേട്ടു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പോവേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ബാക്കിലോട്ട് പാറയ്ക്കൊപ്പം ഭവ്യ പാർവതി, ന്യൂസ് 18. അതാണ് അയ്യന്തോൾ ദേശത്തിനൊപ്പം നമ്മൾ തുടരുകയാണ്. നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അയ്യന്തോൾ ദേശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു അച്ഛനും ഒരു മകനുമുണ്ട്. അച്ഛൻ പുലിയും മകൻ പുലിയുമാണ്. അച്ഛൻ വീട്ടിൽ പുലിയാണോ? 12 വർഷമായി വീട്ടില് പുലിയാണോ? വീട്ടില് പുലിയൊന്നുമല്ല, വീട്ടില് പുലിയാണെന്നുള്ള പറയേണ്ട ആരാ? മോനാണല്ലേ? അപ്പം ഈ അച്ഛന്റെ മകനാണ്, മകൻ പുലിയാണ്. അച്ഛൻ വീട്ടില് പുലിയാണോ? പാവാണ്. ആദ്യമായിട്ടാണോ മകൻ വേഷം കെട്ടണത്? നാലാമത്തെ കൊല്ലാണ്. ഈ അച്ഛനും കൂടെ അടുത്തേക്ക് വന്നേ. നാലാമത്തെ എല്ലാ വർഷവും അച്ഛൻ വേഷം കെട്ടാറുണ്ടോ? എല്ലാ വർഷവും വേഷാറുണ്ട്. പുലി ആവാറുണ്ട്. വീട്ടില് പുലിയാണെന്ന് പറയേണ്ട അമ്മയായിരിക്കും അല്ലേ? ആരും പുലിയല്ല, എല്ലാരും പാവങ്ങളാണ്. ഓക്കെ ചേട്ടാ, ഇപ്പൊ എത്ര നേരം ഇത് എന്ത് പുലിയാണ്? ഇത് വരയം പുലി. ഈ മകനാണ്. മകന്റെ പേരെന്താ? പ്രണവ്. പ്രണവ് എന്താ ചെയ്യുന്നത്? ടെക്നീഷ്യനാണ്. അപ്പം പ്രണവ് 4 വർഷമായി. ഈ അച്ഛന്റെ ഒപ്പം വേഷം കെട്ടുന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ പുലിയാവുമ്പോ മകനും പുലിയാവുന്നുള്ള ഒരു ഇതെന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാന് അച്ഛനെ കണ്ടാണ് വളർന്നത്. അപ്പോ അച്ഛന് 18 വയസ്സിൽ ഇട്ട് തുടങ്ങിയതാ. അപ്പൊ അച്ഛനെ കാണുമ്പോ ഇത് ഇടുന്നൊരു ആവേശം, അങ്ങനെ തുടങ്ങിയതാ. ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഈ